രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവത മഹാപുരാണം, ആ ഭാഗവതത്തിൻ്റെ പഠനത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് എല്ലാവരെയും അറിയിക്കുന്നത്. ഭാഗവത പഠനത്തിനായി പഠതു ഭാഗവതം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ചുള്ള ചില വീഡിയോസാണ് 2-3 ദിവസങ്ങളായിട്ട് ഗ്രൂപ്പിൽ ഇട്ട് വരുന്നത്. അതായത് ഭഗവത ധ്യാനം എന്ന് ഭഗവാനെ ഭാഗവത സ്വരൂപിയായിട്ട് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ശ്ലോകങ്ങളെ ഉൾപ്പെടുത്തുന്നതായ ഭഗവത ധ്യാനം, തുടർന്ന് ഭാഗവത പാരായണം പഠനം ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചുരുങ്ങിയ ഒരളവിൽ മിനിമം അറിവുകളെങ്കിലും വേണം. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാഗവത പാരായണത്തിന് മുൻപായി ചൊല്ലേണ്ടുന്നതായ ധ്യാന ശ്ലോകങ്ങളെ കുറിച്ചുള്ള 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ചും കൂടിയും ധ്യാന ശ്ലോകങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഒരെണ്ണം കൂടിയും വരാനുണ്ട്. താമസിയാതെ അതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഭാഗവത പാരായണത്തിന് മുൻപ് അഥവാ നിത്യവും ഉള്ള ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രാർത്ഥനാ ശ്ലോകങ്ങളും കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് വരാനുണ്ട്. ഈ പറഞ്ഞത് അത്രയും ഇവിടെ ഓൺലൈനായിട്ട് സൂമിൽ നടന്നതായ ക്ലാസ്സിൽ ഓരോ മണിക്കൂർ വീതം എടുത്ത കാര്യങ്ങളെയാണ് 15-12 മിനിറ്റുകൾ വീതമുള്ള വീഡിയോസായിട്ട് ചുരുക്കത്തിൽ നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇനി വരുന്നത് ഒരു പക്ഷേ സൂമിലുള്ള ലൈവ് ക്ലാസ്സിൻ്റെ തന്നെ വീഡിയോ ആയിരിക്കും. എന്തായാലും ഇതൊക്കെ എന്തിൻ്റെ പേരിലായിരുന്നു ഈ വീഡിയോസ് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ വെള്ളിയാഴ്ച ആരംഭിക്കുന്നു ഭാഗവത പഠനം, ഭാഗവത മാഹാത്മ്യം മുതലുള്ളതായ ഭാഗവത പഠനം. അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ടുന്ന കാര്യങ്ങളെ, ചൊല്ലേണ്ടുന്ന ധ്യാന ശ്ലോകങ്ങളെ, ചെയ്യേണ്ടുന്ന പ്രാർത്ഥനയൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കടന്നു പോയത്. എല്ലാം തന്നെ സൂമിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളായിട്ടായിരുന്നു. ഫെബ്രുവരി 7-ാം തീയതി ദശമിയുടെ അന്നാണ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. അവിടെ നിന്ന് കൃത്യമായിട്ട് തിങ്കൾ, ബുധൻ, വെള്ളി എന്ന ദിവസങ്ങളിൽ വൈകുന്നേരം 7 മുതൽ 8 മണി വരെ എന്ന ഇന്ത്യൻ സമയത്തിലാണ് ക്ലാസ് നടക്കുന്നത്. വളരെയധികം പേര് ഭാഗവത പഠനത്തിനായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും പലരുടെയും അന്വേഷണം വരുന്നുണ്ട്. അത് ഗ്രൂപ്പിലുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതിൻ്റെ പേരിലാണ് പലരുടെയും അന്വേഷണങ്ങൾ വരണത്. എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ എൻക്വയറി വരുന്ന സമയത്ത് ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്നുള്ള സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് മറ്റൊരു ഉദ്ദേശം. ആദ്യം ഭാഗവത പഠനം 2020 ആരംഭിച്ചിരുന്നു. ഇപ്പോഴുള്ളത് ഫ്രഷ് ബാച്ചാണ്. അപ്പം അന്ന് ആരംഭിച്ച് കുറേ തുടർന്ന് അതിനിടയിലായിട്ട് 2022-ലും 2023-ലൊക്കെ ആയിട്ട് പലരും ഭാഗവത പഠനം സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും 20-ൽ തുടങ്ങിയ ക്ലാസ്സുകൾ കുറേ എത്തിയത് കൊണ്ട് പലരും അതിൽ നിന്ന് പിൻവാങ്ങി പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവരൊക്കെ യൂട്യൂബ് എന്നും കാണുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ച വിവരം. അതുകൊണ്ട് ഈ വിവരം അവരിലേക്കും കൂടി എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇനി പഠനത്തിൻ്റെ കാര്യം പറയാം. നമ്മൾ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് പഠതു ഭാഗവതം എന്ന് ഓൺലി അഡ്മിൻസ് ആയിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അത് ഈ സ്റ്റഡി മെറ്റീരിയൽസ് എന്താണോ അതൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അറിഞ്ഞിരിക്കേണ്ട അവരവർ ശേഖരിച്ച് വെക്കേണ്ടതായ അറിവുകൾ എന്താണോ അതൊക്കെ ചുരുക്കത്തിൽ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ളൊരു ഗ്രൂപ്പാണ് പഠതു ഭാഗവതം. വദതു ഭാഗവതം എന്ന് അതിന് പാരലലായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പാണ്. അതിലൂടെയാണ് നമ്മളുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതും ആ സംശയ നിവാരണം കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ക്ലാസ്സുകൾ വാട്സാപ്പായിട്ടല്ല, സൂമിലെ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. ഭാരതത്തിൻ്റെ സമയം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 7 മുതൽ 8 വരെയുള്ള സമയമാണ്. ക്ലാസ്സുകൾ എന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് കടന്നു പോകുന്നൊരു ക്ലാസ്സാണ്. ഭാഗവത പാരായണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലും നമുക്ക്
ഒരു ലോപം അനുവദിച്ച് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പാരായണം ചെയ്യണം. പിന്നെ നമ്മളുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി എന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ എടുക്കുന്ന ശ്ലോകങ്ങൾ ഏതാണോ ആ ശ്ലോകങ്ങളുടെ പദങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് അതിൻ്റെ ചുരുക്കത്തിൽ സാമാന്യത്തിലുള്ള ഒരു അർത്ഥം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണത് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ആദ്യമായിട്ടൊക്കെ വായിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയാണ് നിർത്തേണ്ടത്, എങ്ങനെയാണ് പിന്നെ നിർത്തിയാൽ തുടങ്ങേണ്ടത്, എങ്ങനെ വായിച്ചാലാണോ തെറ്റ് വരാൻ സാധ്യതയുള്ളത് എന്നതടക്കം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുഴുവനായിട്ടും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്നവരാക്കി മാറ്റുക, ഭാഗവതത്തിനോട് കൂടുതൽ അടുപ്പമുള്ളവരാക്കി മാറ്റുക. ഒപ്പം ചെറിയൊരു രീതിയിൽ ഇന്നതൊക്കെയാണ് കഥാഭാഗങ്ങൾ ഈ അധ്യായത്തിൽ കടന്നു പോകുന്നത്, ഈ ശ്ലോകങ്ങളിൽ ഇന്നതൊക്കെയാണ് ഭാഗങ്ങൾ എന്നത് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു അറിവും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ രീതിയിലാണ് ഇത് കടന്നു പോകുന്നത്. പക്ഷെ ഇതൊക്കെ സൂമിലാണ് നടക്കുക, ഇതൊന്നും വാട്സാപ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നമ്മൾ പാരായണം ചെയ്ത് കൃത്യമായ രീതിയിൽ തെറ്റുകളില്ലാതെ അതിൻ്റെ ദീർഘങ്ങൾ, ഹ്രസ്വങ്ങൾ, വിസർഗങ്ങൾ എന്നതൊക്കെ മാത്രകളൊക്കെ അടക്കം കൃത്യമായ രീതിയിൽ പല പല വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി പലരുടെയും അഭിപ്രായങ്ങളെ സ്വീകരിച്ച് അറിവുള്ളവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റായ അറിവുരുത്തൽ ഒരാളിലേക്കും എത്തരുത് എന്ന ശ്രദ്ധയോടുകൂടി വളരെ നിഷ്കർഷയോടുകൂടി തന്നെ പാരായണം ചെയ്തതായുള്ള ഓഡിയോസൊക്കെ പഠതു ഭാഗവതത്തിലൊക്കെയാണ് വരുന്നുണ്ടാവുക. അതൊക്കെ ക്ലാസ് കഴിഞ്ഞവർക്ക് വീണ്ടും വീണ്ടും കേട്ട് അവനവൻ്റെ പാരായണത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ലളിതമായിട്ടുള്ള മാർഗങ്ങളാണ് അവലംബിച്ചിട്ടുള്ളതൊക്കെ തന്നെ. പക്ഷെ ഇതൊക്കെ പഠതു ഭാഗവതം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പഠനത്തിനുള്ളിൽ നിൽക്കുന്നവരുടെ ഒരു പ്രിവിലേജ് ആയിട്ടായിരിക്കും കിട്ടുക. ഈ പറഞ്ഞ ക്ലാസ്സുകളുടെ മുഴുവൻ ഭാഗവും യൂട്യൂബിൽ വരുന്നതായിരിക്കില്ല. യൂട്യൂബിൽ വരും, ഇല്ല എന്ന് പറയണില്ല. ക്ലാസ്സിൻ്റെ ഒരു ഭാഗമൊക്കെ യൂട്യൂബിലുണ്ടാവും. അതും ഈ ഗ്രൂപ്പുകാർക്ക് ഒരു സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ക്ലാസ്സിൻ്റെ തന്നെ ഒരു ഭാഗമായിരിക്കും യൂട്യൂബിലൊക്കെ വരുന്നുണ്ടാവുക. ക്ലാസ്സിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ യൂട്യൂബിലിടാൻ നിർവാഹമില്ല. അത് പഠതു ഭാഗവതം ഗ്രൂപ്പിലുള്ളവരുടെ മാത്രമുള്ളൊരു അവകാശമായിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഭാഗവത പഠനം എന്നത് ശ്രദ്ധയോടുകൂടി ഒരു നിലയ്ക്കും അതിൽ നിന്ന് ശ്രദ്ധ കുറയില്ല, അതിനായിട്ട് സമയം കണ്ടെത്തും എന്നൊക്കെ ഉറപ്പുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ വന്നു ചേരണമെങ്കിൽ ഇപ്പോഴും അവസരമുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം മാഹാത്മ്യത്തോട് കൂടിയിട്ട്, അതായത് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം ഭാഗവത മാഹാത്മ്യത്തിൻ്റെ ക്ലാസ് മുതലാണ് ഇനി നമുക്ക് മുമ്പിലേക്ക് പോകാനുള്ളത്. ഇനി വരുന്നവർക്ക് ഇതുവരെ കടന്നു വന്ന ധ്യാന ശ്ലോകാദി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തൽക്കാലം ചുരുക്കത്തിൽ യൂട്യൂബിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഗ്രൂപ്പ് അംഗങ്ങളോട് ചോദിക്കുകയോ നമ്മളോട് സമീപിക്കുകയോ ചെയ്താൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിവാരണം ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചിലത് നേരത്തെ പറഞ്ഞ പോലെ 1-2 വീഡിയോസും കൂടി അതിനെ ബന്ധപ്പെട്ട് ഇനി വരാനുണ്ട്. താല്പര്യമുള്ളവർ, നല്ല താല്പര്യമുള്ളവർ എന്ന് എടുത്തു പറയട്ടെ, ഭാഗവതം വായിക്കുന്നതിനായിട്ട് പഠിക്കുന്നതിനായിട്ട് കൃത്യമായിട്ടൊരു സമയം ജീവിതത്തിൽ കണ്ടെത്തും. ഭാഗവതത്തിനോട് അതേ മാഹാത്മ്യത്തെ കൽപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനമുണ്ട്. പഠനത്തിൽ നിന്ന് പിന്നിലേക്ക് പോവില്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ, എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള 3 ദിവസങ്ങളിൽ 7 മുതൽ 8 വരെയുള്ള സമയം ഇതിനായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കും എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ, ഒപ്പം വൃത്തിയായിട്ട് പാരായണം ചെയ്യുക. അപ്പോൾ വായിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലുള്ളവരും ഉണ്ടാവാം ഈ കേൾക്കുന്നതിന്. ഇപ്പോൾ ഞാൻ വായിക്കുന്ന രീതി എങ്ങനെയോ ആയിക്കോട്ടെ, അതല്ലാതെ അത് ശരിയാണെന്നും ഞാൻ പറയില്ല, തെറ്റാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. ശരിയായ രീതിയിൽ ഭംഗിയായിട്ട് തെറ്റുകളില്ലാതെ അതിൻ്റെ സാങ്കേതികമായ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാഗവത പഠനം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് അതൊരു ഉപാസനയായിട്ടെടുത്ത് ചെയ്യാൻ സാധിക്കുന്നവരാണ് എങ്കിൽ, അത്രയും താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ കാണുന്നതായ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം. ഫോൺ വിളിക്കരുത്, വിളിച്ചാൽ സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങൾക്ക് ഗ്രൂപ്പ് അഡ്മിൻസ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ആ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊരു ഭാഗത്തുണ്ട്. സൂമിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. സൂമിൽ കൃത്യമായ രീതിയിൽ പഴയ കാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ ചെന്നപ്പോൾ എങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ടിരുന്നോ അതേ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ചെറിയ കുട്ടികളെ പോലെ വിരൽ വെച്ച് വായിച്ച് തുടങ്ങുന്നവർക്ക് വരെ, ആദ്യമായിട്ട് പുസ്തകം കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ളവർക്ക് വരെ ഭംഗിയായിട്ട് വായിക്കാൻ പാകത്തിന്
നമ്മളാലാവുന്നതിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേണമെന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഗ്രൂപ്പ് അഡ്മിൻസ് കോൺടാക്റ്റ് ചെയ്യും. തുടർന്നുള്ള കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ വരുന്നുണ്ടോ ഇല്ലയോ, ഇതിപ്പോൾ ഒരു പരസ്യമൊന്നുമല്ല, ഒരു സൗകര്യാർത്ഥമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ആദ്യം പറഞ്ഞല്ലോ, ഗ്രൂപ്പ് അംഗങ്ങളോട് പലരുടെയും ചോദ്യങ്ങൾ വരുമ്പോൾ ചോദിക്കുന്നവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ രീതിയിലൊരു അറിയിപ്പ് എല്ലാവർക്കും തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭാഗവത പഠനത്തിന് ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കുക എന്നുള്ള ഉദ്ദേശം ഒട്ടുമില്ല. കാരണം അനവധി പേര് വന്നിട്ടും നമ്മൾ അതിൽ നിന്ന് വളരെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ശ്രദ്ധയുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ തന്നെ ഗ്രൂപ്പിലെടുക്കുള്ളൂ. കാരണം ഭംഗിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രദ്ധയുണ്ടാവണം. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ക്ലാസ് നടക്കുന്ന സമയത്ത് പുസ്തകം വെച്ച് അതിന് മുമ്പിലിരുന്ന് ഇവിടുന്ന് വായിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഏറ്റു വായിച്ച് തെറ്റുകൾ മനസ്സിലാക്കി ഇത് തിരുത്തിക്കൊണ്ട് കടന്നു പോകണം. കുറച്ച് ദിവസത്തെ പാരായണാദികളൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് അധ്യായങ്ങളൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ടും പാരായണം ചെയ്യിപ്പിച്ച് അതിൽ തെറ്റുകൾ വരുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി ആ തെറ്റുകളെ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു റിവ്യൂസോട് കൂടിയിട്ടൊക്കെ തന്നെയാണ്. വെറുതെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, പഠിക്കാനുള്ളത് നിങ്ങൾക്ക് പറ്റുന്നവർ പഠിച്ചോളൂ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ വിടുകയല്ല. ഏതൊക്കെയോ നാട്ടിലുള്ള ആൾക്കാരാണ്, മുഖപരിചയം പോലും ചിലപ്പോൾ സൂമിലൊക്കെ വന്നിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട പരിചയമേ ഉണ്ടാവുള്ളൂമായിരിക്കാം. എങ്കിൽ പോലും ഭാഗവതം പഠിക്കാൻ വരുന്നവരൊക്കെ ഒരു കുടുംബം പോലെ അതിനുള്ളിൽ ഉള്ള കുറവുകളെ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് ആ ഭാഗവത പാരായണത്തിനെ ഭംഗിയാക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ സമയം കണ്ടെത്തിയിട്ട്, രാത്രി വൈകിയാലും ശരി എന്ന രീതിയിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ തീർത്ത് കൊടുക്കാറുണ്ട്. ഇന്നുവരെ അത് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടും ആ ഒരു പഠനത്തിന് ശ്രദ്ധയോട് കൂടിയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താനും അതിന് വേണ്ടതായ പ്രയത്നം എന്ത് ചെയ്യണോ അതിനെ പരിശ്രമിക്കാനും നമ്മൾ തയ്യാറാണ്. ആ ആത്മാർത്ഥത പഠനത്തിന് വരുന്നവരുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് തുറന്ന് പറയാം, വളരെ എളുപ്പത്തിൽ ഭംഗിയായിട്ട് വായിക്കുക എന്നുള്ള കാര്യം ഭാഗവത പാരായണത്തിൻ്റെ കാര്യത്തിൽ നടക്കില്ല. മറ്റൊരു പുസ്തകം വായിക്കാൻ പറ്റിയേക്കാം. ഭാഗവതം പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ മാത്രമേ വളരെ ലളിതമായിട്ട് തോന്നുള്ളൂ. വൃത്തിയായിട്ട് പാരായണം ചെയ്യണം, തെറ്റില്ലാതെ വായിക്കണം, സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പരിശീലനമാണ് അതിനുള്ള മാർഗം. ഒപ്പം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയാൽ തന്നെ അത് സാധിക്കുള്ളൂ. ഇന്ന് അനവധി പേര് ഭാഗവത പാരായണം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ ബാച്ച് ഇവിടെ തുടങ്ങുന്നത്. ആ പാരായണം ചെയ്യുന്നത് ഏതൊക്കെയോ വഴിക്ക് അറിവുകൾ നേടിക്കൊണ്ട് ശരിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് പലരും പാരായണം ചെയ്യുന്നത്. പല പല സപ്താഹ വേദികളിൽ പോകുമ്പോൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നൊരു കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് തെറ്റില്ലാതെ വായിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഒന്ന് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഭാഗവത പഠനം എന്നുള്ളതിന് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതായാലും അതിനു വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുന്നതായാലും. എന്തായാലും വരണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതിനു മുൻപായിട്ട് ക്ലാസ് തുടങ്ങുന്ന തീയതി വെള്ളിയാഴ്ച 7 മണിക്കാണ്. അതിനു മുമ്പായിട്ട് സമയം കണ്ടെത്തി ധ്യാന ശ്ലോകങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസാണ്, അതൊക്കെ കണ്ട് മനസ്സിലാക്കാനും കൂടി എല്ലാവരും തയ്യാറാവുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. രാധേശ്യാം.